freezer ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. Oh no, it's so cold. ഹലോ ഐസ്, ഞാൻ സൂര്യനാണ്. ഞാൻ ചൂട് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് വളരെ കാലം കുറച്ച് നിൽക്കാൻ കഴിയില്ല. ഓ ഇല്ല ഇല്ല, ഞാൻ ഇപ്പോൾ ഞാൻ വെള്ളം കെട്ടാണ്. ലിക്വിഡാണ്. എനിക്ക് തെറിക്കാനും ഒഴുകാനും കഴിയും. ഇപ്പോഴും തണുപ്പ് കൂടുതലാണ്. നമുക്ക് ചൂടാക്കാം. Oh no, I am going to be I am going to ഞാൻ വായു പോലെ ഒരു വാതകം പോലെ ഭാരം കുറഞ്ഞവയാണ്. ഇപ്പോൾ ഞാൻ അദൃശ്യമാണ്. എന്താണ് സംഭവിച്ചത്? നമുക്ക് നമ്മുടെ സയൻസിസ്റ്റോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് ഒരു അവസ്ഥയുടെ മാറ്റമാണ്. ഐസ് സോളിഡ് ആണ്, വാട്ടർ ലിക്വിഡ് ആണ്, സ്റ്റീം ഗ്യാസ് ആണ്. ഇതിനെ വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നു. മെൽറ്റിംഗ്, ഇവാപ്പറേഷൻ, ചില സമയങ്ങളിൽ ചിലപ്പോൾ കണ്ടൻസേഷൻ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഐസ്ക്രീം അപ്രതീക്ഷിതമായില്ല, അത് അവസ്ഥ മാറി എന്ന് പറഞ്ഞു. ഞങ്ങളതൊരു എക്സ്പെരിമെന്റ് ചെയ്യാനും അതിനുവേണ്ടി 2 ബോട്ടിലും ബലൂൺ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ വിനീഗറും പിന്നെ ഈ ബലൂണിൽ സോഡയാണ് നിറച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ സോഡ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിൽ വിനീഗർ ആണുള്ളത്. ഇത് ശരിക്കും ബലൂണ് വീർത്ത് വരും. വീർത്ത് വരാനുള്ള റീസൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ വിനീഗറും സോഡയും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആവും. ഇത് അവഗാഡ്രോസ് ലോ ആണ്. At constant pressure and temperature, the volume of definite mass of gas is directly proportional to its number of molecules. കുറച്ച് വിനീഗറും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് കുറച്ച് റിയാക്ടർ മാത്രമേ പ്രൊഡ്യൂസ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വലിപ്പം ചെറുതാവാൻ ആവേണ്ടിയിരുന്നത്. ഇതിൽ കുറേ ഉണ്ടാകുന്നത് ഇത് വലുതാവാൻ ചെയ്യും.